യാത്രകൾ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? പാഠപുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്നതിലും കൂടുതൽ അറിവും ജീവിതാനുഭവവും ഓരോ യാത്രയിൽ നിന്നും കിട്ടുമെന്നും പണ്ടാരോ പറഞ്ഞതുപോലെ ഇതും ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു. ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കണം എന്നും വിചാരിച്ചതല്ല. പക്ഷേ ഈ പ്രകൃതി ഭംഗി കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് ഗൈസ് സത്യം. കാരണം ഒരു കുഞ്ഞ് ചാറ്റമഴയൊക്കെ കഴിഞ്ഞ് പ്രകൃതി അതിൻ്റെ ഭംഗി മുഴുവൻ നമുക്ക് കാണിച്ചു തന്നൊരു സമയമായിരുന്നു കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, മൂടി നിൽക്കുന്ന ആകാശവും അതിന് താഴെ തല ഉയർത്തി നിൽക്കുന്ന സഹ്യപർവ്വത നിരകളും അതിൻ്റെ ഭംഗി ഇരട്ടിപ്പിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ വക സംഭാവനയായിട്ട് നല്ല പൂച്ചെടികൾ മീഡിയനിൽ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അതവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രികനും അതൊരു നല്ല കാഴ്ച അനുഭവം തന്നെയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ മലേനെക്കുറിച്ചാണ്. ഈ മലേനെക്കുറിച്ച് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. അപ്പം ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ പേര് എട്ടിമടയെന്നാണ്. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. രാവിലെ നമ്മൾ റെഡിയായി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന വ്യൂ ഈ മലയാണ്. ഈ മലയ്ക്ക് നമ്മൾ ഇട്ടിരുന്ന പേര് ആനമല എന്നാണ്. ഇതിനൊരു ആനയുടെ സ്ട്രക്ചറാണ്. ഈ മേഘം ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഇപ്പം കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് വിഷമം വന്നാലും ആ മലയിലേക്ക് കുറേ നേരം നോക്കിയിരുന്നാൽ നമുക്കൊരു റിലീഫ് കിട്ടും കേട്ടോ. ആ ഒരു ഏരിയയിൽ ഒരുപാട് കോളേജുകളുണ്ട്. അമൃത കോളേജ്, നെഹ്റു കോളേജ്, ശ്രീനാരായണ ഗുരു കോളേജ്, അങ്ങനെ കുറേ കോളേജസ് ഉണ്ട്. അവിടെയൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ മൈൻഡിൽ എന്നും നിൽക്കുന്ന ഒരു പിക്ചറായിരിക്കും ഈ മല. കാരണം നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന വ്യൂ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് ടു കോയമ്പത്തൂർ റൂട്ടിൻ്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിൽ പോകണം. ട്രെയിനിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഭയങ്കര ഭംഗിയാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല ഗൈസ്. കോയമ്പത്തൂർ ആദ്യം ഞാൻ പോയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട് പോയ ഒരാളായിരുന്നു. പക്ഷേ കോയമ്പത്തൂർ എനിക്ക് ഒരുപാട് മെമ്മറീസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ സമ്മാനിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് കോയമ്പത്തൂർ. അപ്പം എന്താ പറയണ്ടേ, ഓരോ തവണ പോകുമ്പോഴും ഈ ഓരോ വഴികളും എനിക്ക് ഒരിക്കലും മടുപ്പ് തോന്നാറില്ല. ഈ കാഴ്ചകളിൽ നല്ല ഭംഗിയാണ് കാണാൻ. അതിപ്പോൾ വേനലാണെങ്കിലും മഴ സമയമാണെങ്കിലും അതിൻ്റെ ഭംഗി ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രകൃതിനെ മാക്സിമം സംരക്ഷിക്കുക. അതുപോലെ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ പ്ലീസ് ട്രൈ ടു എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് ഓഫ് യുവർ ലൈഫ്. ബൈ.